ഓക്കെ, ഏറ്റവും അവസാനമായി ആസിഡിനെ കുറിച്ച് പറയാനുള്ളത് അതിൻ്റെ യൂസസിനെ കുറിച്ചാണ്. ഓക്കെ, യൂസസ് ഓഫ് ആസിഡ്സ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് കുറച്ച് ആസിഡ് പറഞ്ഞ് നമുക്കറിയാമല്ലോ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് തരത്തിൽ നമ്മൾ ഇതിൻ്റെ യൂസേജ് നമുക്ക് പറയാൻ പറ്റും. മെയിനായിട്ട് കുറച്ച് ആസിഡ്സ് മാത്രം എടുത്ത് പറയാണ്. ഫസ്റ്റ് വൺ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് മെറ്റാലിക് ഐറ്റംസ് ആൻഡ് ഇൻ ഡൈ സ്റ്റെപ്സ്, ടാനിങ് ആൻഡ് പ്രിൻറ്റിങ് ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഈ ടാനിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അനിമൽ സ്കിന്ന് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ലെതറൊക്കെ മറ്റൊക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് ഊറക്കിടുക എന്നൊക്കെ മലയാളത്തിൽ പറയും. ഊറക്കിടുക എന്ന് മലയാളത്തിൽ പറയാം. അതാണ് ആക്ച്വലി ടാനിങ്. ഓക്കെ, പിന്നെ പ്രിൻറ്റിങ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നൈട്രിക് ആസിഡ് HNO3. നൈട്രിക് ആസിഡ് HNO3 ആണ്. HNO3 നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, എക്സ്പ്ലോസീവ്, ഡൈസ്, പ്ലാസ്റ്റിക് ആൻഡ് ഡ്രഗ്സ്. നമുക്ക് നൈട്രജൻ കോമ്പൗണ്ട്സ് എപ്പോഴും എക്സ്പ്ലോസീവായിട്ട് ഉപയോഗിക്കുന്നത്. നൈട്രജൻ എപ്പോഴും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്ലാസ്റ്റിക് ആൻഡ് ഡ്രഗ്സ്. ഓക്കെ, പിന്നെ സൾഫ്യൂരിക് ആസിഡ് H2SO4 അല്ലേ. H2SO4നെ നമ്മൾ കിങ് ഓഫ് കെമിക്കൽസ് എന്നൊക്കെയാണ് പറയാം. കിങ് ഓഫ് കെമിക്കൽസ്, കിങ് ഓഫ് ആസിഡ് എന്നൊക്കെ പറയും. ആസിഡിൻ്റെ കിങ് ആണ് ആക്ച്വലി H2SO4, സൾഫ്യൂരിക് ആസിഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ്, പെയിൻറ്റ്സ്, dyes, plastics, synthetic fibers, detergents, explosive and car batteries. It is called king of chemicals. Okay, പിന്നെ അസറ്റിക് ആസിഡ് ആണ്. നേരത്തെ പറഞ്ഞു CH3COOH. ഇതാണ് അസറ്റിക് ആസിഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് വിനെഗർ. നമ്മൾ വിനാഗിരി എന്ന് പറയില്ലേ, വിനെഗർ. ഓക്കെ, ഇൻ കുക്കിംഗ് ആൻഡ് ഫുഡ് പ്രിസർവേറ്റീവ്. ഓക്കെ, ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ടും അതിൽ കുക്കിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയിലായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. പിന്നെ CH3COOH, അസറ്റിക് ആസിഡ്. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള യൂസസ്. പിന്നെ നമുക്ക് കുറച്ച് ആസിഡ് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് പരിചയപ്പെടാം. ഓക്കെ, അതിൻ്റെ സോഴ്സ്, നാച്ചുറൽ സോഴ്സും എവിടെയാണെന്ന് നോക്കാം. ഒന്ന് അസറ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വിനെഗറാണ്, വിനെഗർ. ഓക്കെ, അസറ്റിക് ആസിഡ്. പിന്നെ സിട്രിക് ആസിഡ്. ഓക്കെ, സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഓറഞ്ച്, ലെമൺ നിന്ന് കിട്ടുന്ന സിട്രിക് ആസിഡാണ്. ലെമൺ ഉണ്ടാകുന്ന ആസിഡ് സിട്രിക് ആസിഡ്. ഇതിനെല്ലാറ്റിനും എന്തെങ്കിലും സവർ ടേസ്റ്റ് നമുക്കറിയാമല്ലോ. സവർ ടേസ്റ്റാണ് എല്ലാറ്റിനും ഉള്ളത് നമുക്കറിയാം. ഓക്കെ, പിന്നെ ടാർട്ടാറിക് ആസിഡ്. ഓക്കെ, അത് ടെമറിൻ, ഗ്രേപ്സിൽ, ഈ വാളംപുളിയിലും അതേപോലെ ഗ്രേപ്പിലൊക്കെ ഉണ്ടാകുന്നതാണ് ആക്ച്വലി അത്. പിന്നെ ഓക്സാലിക് ആസിഡ്, ടൊമാറ്റോക്ക് ഒരു പുളി ഉണ്ടല്ലോ അല്ലെ, അത് അസിഡിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഓക്സാലിക് ആസിഡ് ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ഇത് കേർഡിലുണ്ടാവുന്നതാണ്. ഓക്കെ, പിന്നെ മെഥനോയിക് ആസിഡ്. മെഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മെഥനോയിക് ആസിഡ് നമുക്ക് ഇതിന് വീണ്ടും മറ്റൊരു പേര് ഇതിനെ ഫോമിക് ആസിഡ് എന്ന് പറയും. മെഥനോയിക് ആസിഡ് ഓൾസോ കോൾഡ് ഫോമിക് ആസിഡ്. ഓക്കെ, ഫോമിക് ആസിഡ് ആ പേര് തന്നെ ആക്ച്വലി അല്ലേ. ആൻഡ് നമ്മൾ ഈ പിന്നെ ചെറിയ ഉറുമ്പൊക്കെ അറിയാതെ ഉറുമ്പിനൊക്കെ നമ്മൾ ജസ്റ്റ് വായിലാണെങ്കിൽ ഒരു പുളി ഉണ്ടാവുമല്ലോ അല്ലേ. ബീസ്റ്റിങ്, അതുപോലെ ഹെയർസ് ഓഫ് നെറ്റിൽ പ്ലാന്റ്സ്, ഇതിനൊക്കെ ഉണ്ടാകുന്നത് ഇതൊക്കെയാണ് നാച്ചുറൽ സോഴ്സ്. ഓക്കെ, ഒലീക് ആസിഡ്, ഒലീക് ആസിഡ് ഫ്രം ഒലീവ് ഓയിൽ. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ആസിഡും, ഇപ്പോൾ ഈ പറഞ്ഞ ഈ ആസിഡുകളൊക്കെ എന്താണ്, ഓർഗാനിക് ആസിഡ്സ് ആണ്. COOH ഉണ്ടാവും. ഓക്കെ, ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഗാസ്ട്രിക് ജ്യൂസ്. ഓക്കെ, നമ്മുടെ വയറിനകത്ത് പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡൈജഷൻ പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് HCl. നമ്മളെ സ്റ്റൊമക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗാസ്ട്രിക് ജ്യൂസ്. ഓക്കെ, പിന്നെ നമുക്ക് മാലിക് ആസിഡ് ഉണ്ട്, അത് ആപ്പിൾ നിന്നാണ്. ഓക്കെ, പിന്നെ സ്റ്റെറിക് ആസിഡ് ഉണ്ട്, ഫാറ്റിൽ നിന്ന് കിട്ടുന്നതാണ് സ്റ്റെറിക് ആസിഡ്. പിന്നെ ബ്യൂട്ടീരിക് ആസിഡ് ഉണ്ട്, അത് റാൻസിഡ് ബട്ടർ. ഓക്കെ, ബട്ടർ കേട് വരുന്ന റാൻസിഡ് ആവുന്ന റാൻസിഡിറ്റി നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ റാൻസിഡിറ്റി എന്നൊക്കെ. പിന്നെ യൂറിക് ആസിഡ് ഉണ്ട്, യൂറിൻ എന്നാണ്. അസ്കോബിക് ആസിഡ് ഉണ്ട്, അതിനെ പറയുന്ന വിറ്റാമിൻ സിനെ പറയുന്ന മറ്റൊരു പേരാണ് അസ്കോബിക് ആസിഡ്. അത് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഓക്കെ, നല്ല പുളിയുള്ള ഫ്രൂട്ട്, ഓക്കെ, അതേപോലെ വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നതാണ് അസ്കോബിക് ആസിഡ്. ഓക്കെ, പിന്നെ ടാനിക് ആസിഡ്. ഓക്കെ, ടാനിക് ആസിഡ് വുഡ്, ഓക്കെ, ബാർക്ക്, ഒരു ടീ. ഓക്കെ, പിന്നെ ഫോളിക് ആസിഡ്, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഫോളിക് ആസിഡ്. ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക ഇതെല്ലാത്തിൻ്റെ പേര്. ഇപ്പോൾ ഇതിൽ പറഞ്ഞ
ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴികെയുള്ള മറ്റ് എല്ലാ ആസിഡും അല്ലേ, എല്ലാ ആസിഡിലും എന്തുണ്ടായിരിക്കും, COOH ഉണ്ടായിരിക്കും. ബാക്കിയെല്ലാം ഓർഗാനിക് ആസിഡ്സ് ആണ്. COOH ഉണ്ട്. ഇത് മാത്രമാണ് മിനറൽ ആസിഡ് ആയിട്ടുള്ളത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ബാക്കിയെല്ലാം എന്താണ്, ഓർഗാനിക് ആസിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇനിയും വേറെ ആസിഡ്സ് ഒരുപാടുണ്ട്. നമുക്ക് തൽക്കാലം ഇത്രയും ആസിഡിൻ്റെ പേരൊക്കെ ജസ്റ്റ് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, ഇതാണ് ആസിഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഇനി ബേസിനെയും സോൾട്ടിനെയും കുറിച്ചാണ് നമുക്ക് ഇനി അടുത്ത സെഷനിൽ സംസാരിക്കാനുള്ളത്. ഓക്കെ.